ഹായ് ഫ്രണ്ട് ടൂറിടായിട്ട് പോവാം. അങ്ങനെ വീണ് അകത്ത് വന്ന് ലോക്ക് ചെയ്ത് ഹീറോയിൽ ലോക്ക് ചെയ്ത് ബെഡ്റൂമൊക്കെ വീണ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ബെഡ്റൂമൊക്കെ ഹീറോ കൊണ്ടുതന്നെ കൊണ്ടുപോയിട്ട് ആക്കുമ്പോൾ ഹീറോയെ പിടിച്ച് അങ്ങനെ കിസ് അടിക്കാൻ വീ വിട് വിട് എന്ന് പറഞ്ഞ് ഹീറോയെ സമ്മതിച്ചില്ല. ഡീപ്പ് കിസ് അങ്ങനെ രണ്ടുപേർക്ക് എല്ലാം നടന്നു. വീക്ക് കണ്ണു തുറന്നു ഹീറോയിനെ നോക്കും. വീക്ക് ഒരുമാതിരി വേറെ നടന്നല്ല വീട് ഒരുമാതിരി ബോസ് പറയല്ലേ എന്നെക്കുറിച്ച് വീക്ക് പേടിയാൻ തുടങ്ങി. ഡ്രിങ്ക്സിൽ ഒരുമാതിരി കുടിച്ചിട്ട് ഒരുമാതിരി ചെയ്തല്ലോ. ഇപ്പം എന്ത് വീക്ക് പേടിയാകും. അങ്ങനെ ഹീറോയെ കണ്ണു തുറക്കാണ്ട് പേടിച്ചിട്ട് ഇതായി ഓടി പോകാൻ നോക്കി. ഹീറോയെ പിടിച്ചു. സ്റ്റോപ്പ്, എന്നോട് കുഴപ്പമൊന്ന് മാം സോറി മാം ഇറ്റ്സ് ഓക്കെ, ഇത് ആക്സിഡൻ്റ് സാറില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം അങ്ങനെ സാഡായിട്ട് ഫസ്റ്റ് ടൈം അങ്ങനെ സാഡായിരുന്നു. വീക്കും കുറച്ച് ബ്ലഡ് ഇതാകുന്നു. വീക്കും ഒരു ഹീറോയി വെർജിനാണ്. നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ബെഡ് നോക്കി ബ്ലഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയി ബ്ലഡ് ശരി ക്ലീൻ ചെയ്യുമ്പോൾ പറഞ്ഞേക്ക് മാം അത് എനിക്ക് ഇന്ന് ഓഫീസിൽ ഇതെല്ലാം ഉണ്ട്, ജോഹപ്പ് എന്നോട് കൊടുക്കാൻ പറഞ്ഞു. ഓഫീസിൽ അത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഓക്കെ മാം എന്നാൽ വീട്ടിൽ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് പോയിക്കോ എന്ന് വീട്ടിലോട് പറഞ്ഞു. ശരി ഓക്കെ മാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി ഫയലെടുത്ത് ഓഫീസിൽ പോയി. മേ കമിൻ സർ എന്നെ വിളിച്ചു. ജോഹപ്പ് ഇതാരാ ആണോ? സർ മാം കൊടുക്കാൻ പറഞ്ഞു. ഓ മാം തന്നതാ. നോക്കി ഓക്കെ എല്ലാവരും ഓഫീസ് അല്ല മീറ്റിംഗ് എല്ലാവരും വരാം എന്ന് ജോഹപ്പ് പറഞ്ഞു. അങ്ങനെ ജോഹപ്പ് പറഞ്ഞു ഇന്ന് മാം വരാൻ പറ്റില്ല, മാമിൻ്റെ പകരം ഞാൻ ചെയ്യാൻ പോവാം. അങ്ങനെ എൻ്റെ ക്ലാസ് നന്നായിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഇതെല്ലാം പ്രോഡക്റ്റ് നല്ലതാണ് അങ്ങനെയായിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് നിങ്ങൾ നമ്പർ 1 ഗ്രൂപ്പ് വിളിച്ചായിരുന്നു. ആ ഗ്രൂപ്പിൽ നമ്പർ 1 ഗ്രൂപ്പിൽ മേരി ലീഡർ അതെ മാം അതെ സാർ എന്ന് പറഞ്ഞു. മാം അതെ സാർ എന്ന് ജോഹപ്പ് പറഞ്ഞു. മേരി നീ ഇത് സോപ്പ് കോക്കനട്ട് സോപ്പ് അത് ഇനി ഉണ്ടാക്കണം. അത് പുതിയ ബ്രാഞ്ച് പറഞ്ഞാൽ ഇപ്പോൾ പഴയ ഇതാണില്ല, കുറച്ച് അത് പോയി തോട്ടത്തിൽ അത് ഇപ്പോൾ കുറച്ച് തീർന്നിട്ടുണ്ട്, അത് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഉണ്ടാക്കിയേക്കോ നിങ്ങളുടെ ഗ്രൂപ്പിൽ. ഓക്കെ 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 സാർ ശരി ഓക്കെ നീ പോയിക്കോ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ വിളിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പ് വന്നു. സാർ ഓക്കെ രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന പറഞ്ഞത് കോക്കനട്ട്. ഓക്കെ അവർക്ക് കോക്കനട്ട് സോപ്പിനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്താ ഓക്കെ നിങ്ങൾ കോക്കനട്ട് അതായത് ആയുർവേദിയും എണ്ണ ഉണ്ടാക്കണം. അത് പറഞ്ഞാൽ അത് കണ്ടുപിടിപ്പ് നല്ല ഓയിലായി കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുന്നു, മനസ്സിലായോ? നല്ല ഹെൽത്തി നല്ല സ്ട്രോങ് ഹെയർ അത് മുടി കൊയ്യാൻ പാടില്ല. നല്ല പ്രോഡക്റ്റ് ഞാൻ ചെയ്യണം. നിങ്ങൾ പ്രോഡക്റ്റ് നല്ലത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ സാർ എന്ന് അവർ പോയി. ജെസ്സി ഇത് ചെയ്യണം കറക്റ്റ് ജെസ്സി എൻ്റെ പേരാണ്. നമ്പർ 3 ജാക്സൺ അതെ ജാക്സൺ അല്ല ജാക്ക് എന്താ ബോസ് ജാക്ക് നീ ചെയ്യണോ? ഈ പറഞ്ഞ എന്താ സാർ നീ ചെയ്യണം പറഞ്ഞ അതെ ബോയ്സ് ഡ്രസ്സ് പറഞ്ഞാൽ നല്ല കറക്റ്റാണോ, ഏതെല്ലാം മോഡൽസ് അത് വെച്ച് ഇതാണ് സ്കിൻ അങ്ങനെ പറഞ്ഞു. അതെ ഓക്കെ സാർ എന്ന് പറഞ്ഞു. നമ്പർ 4 വന്നു. എസ് സാർ എന്ന് പറഞ്ഞു. ഓക്കെ നീ പറഞ്ഞത് നല്ല മുത്ത് അതെ നല്ല ഗോൾഡായി ഡയമണ്ടായി ഉണ്ടാക്കുന്ന ഇത് നീ ഇപ്പോൾ ഡയമണ്ടിലായി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ചെയ്യണം മനസ്സിലായി. ഡയമണ്ട് ഗോൾഡ് ഇതിൽ വെച്ച് ജ്വൽസ് ഉണ്ടാക്കണം മനസ്സിലായി. നല്ല ഡിസൈൻ ഉണ്ടാവണം മനസ്സിലായോ? ഓക്കെ സാർ ചെയ്തോളാം. റിങ് പറഞ്ഞ കപ്പിൾസ് റിങ് പറയാ ഏതല്ല നല്ലത് നിങ്ങളുടെ ഗ്രൂപ്പിൽ നല്ലത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണം, നിങ്ങളുടെ പ്രോജക്റ്റാണ് ഇത് പറഞ്ഞിട്ട് പോയി. ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവർ പോയി. നമ്പർ 5 പറഞ്ഞു. ശരി ഓക്കെ ഇങ്ങനെ 6, 7 അതെ വീൻ്റെ ഗ്രൂപ്പാണ് ഏഴാമത്തത്. പറഞ്ഞു സാർ അത് ഓക്കെ വോയിസ് അതെ വോയിസ് നിങ്ങൾ പറഞ്ഞ പ്രോഡക്റ്റ് പറഞ്ഞ മാം പറഞ്ഞത് പ്രോഡക്റ്റ് പറഞ്ഞ എന്നു പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഈ പ്രോഡക്റ്റ് കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഗ്രൂപ്പിൽ ഒരാളെ വിളിച്ചിരുന്നു. ഗ്രൂപ്പിൽ പറഞ്ഞ് ആറാം ഉണ്ടായിരുന്നു. വിളിച്ചായിരുന്നു. അതെ
ആറാം വന്ന് ആറാം ഉണ്ടായിരുന്നു. അതെ, ആറാം പറഞ്ഞു, ആറാം വന്നായിരുന്നു. ഓക്കെ, ആറാം ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അതെ, ഇപ്പോൾ ആറാമക്ക് കുറച്ച് വേറെ കമ്പനിയിൽ ജോലി ചെയ്തായിരുന്നു. ഒരു ആറാം വന്നായിരുന്നു. ആറാം ആ എന്താ സാർ നിങ്ങൾ ഇവിടെ വന്നത് ആറാം സാർ എന്ന് ചോദിച്ചു. ആ ഗ്രൂപ്പിൽ നിന്നുണ്ടായിരുന്നു. സാർ നിങ്ങളെപ്പോൾ വന്നത് എന്ന് ജേഹു ഓടിപ്പോയി ഹക്ക് ചെയ്തു. എന്നടാ അച്ഛാ സുഖന്നെടാ എന്ത് പറഞ്ഞു. അല്ലടാ ഈ ഗ്രൂപ്പിൽ ഒരാളുണ്ടായിരുന്നു, എവിടെ ലീഡർ എവിടെ? സാർ ഞാൻ വന്നു സാർ. ഹോ ഇപ്പോൾ വന്നതാ എന്നും പറഞ്ഞു. സാർ ഇപ്പം എന്താ സാർ? ഓക്കെ എടാ, ഇത് പ്രോജക്റ്റ് ചെയ്യണം സാർ. പ്രോജക്റ്റ് ചെയ്യണം. അതെ, പ്രോജക്റ്റ് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി, ഓക്കെ സാർ എന്ന് പറഞ്ഞു. അതെ, യുങ്കിയായിരുന്നു. ഷുഗ പറയാൻ തുടങ്ങി. സാർ പ്രോജക്റ്റ് ഞാൻ ചെയ്തോളാം എന്ന്. അങ്ങനെ ഷുഗ പറഞ്ഞു ബാക്കി മെമ്പേഴ്സ് കൂടി പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതെ, പ്രോജക്റ്റ് പറഞ്ഞാൽ നല്ല ക്യൂട്ടായ ടെഡി ബിയർ ഉണ്ടാക്കാൻ, ഡോൾസ് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഷുഗ പറഞ്ഞു ക്യാറ്റ് മറിനെ ചെയ്തോളാം. ഓക്കെ, അത് പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്യണം, മനസ്സിലായോ? അങ്ങനെയായിട്ട് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അവിടെ എല്ലാവർക്കും ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയായിട്ട് പറഞ്ഞു. എനിക്കെന്താ ഫോൺ, അതെ അതെങ്ങനത്തെ ടെഡി ബിയർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ വി പറയാൻ തുടങ്ങി. എന്താ മച്ചാ ഇത് ടെഡി ബിയർ? അപ്പോൾ ഷുഗ പറയാൻ തുടങ്ങി. അതെ, ടെഡി ബിയർ ചെന്ന ടെഡി ബിയർ അല്ല. എന്താ പറയുന്ന അനിമൽസ് വെച്ച് ചെയ്യുമ്പോൾ പിന്നെ ആർട്ടിസ്റ്റ് പിന്നെ ടെഡി ബിയർ പിന്നെ ബാർബി അതെല്ലാം വെച്ച് കുട്ടികളെ ഇഷ്ടപ്പെട്ട ടോയ്സ് വെച്ച് അങ്ങ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞത്. ഓ ടോയ്സ് പറഞ്ഞ് അതെ ചെയ്യുമ്പോൾ അതെ അങ്ങനെയായിട്ട് ഷുഗ പറഞ്ഞു. എല്ലാവരുടെ പ്രോജക്റ്റ് ഭയങ്കര ബിസി ആയിരുന്നു. എല്ലാവരും പ്രോജക്റ്റ് ഓരോന്ന് പ്രോജക്റ്റ്, എല്ലാവരും പ്രോജക്റ്റ് ഭയങ്കര ഫേമസ് ആയി. എല്ലാവർക്കും പാർട്ടിയായിരുന്നു. അതെ, പാർട്ടി. എല്ലാവരും പ്രോജക്റ്റ് നല്ല സക്സസ് ആയി, നല്ല ഭയങ്കര ഫേമസ് ആയി. അങ്ങനെയായിട്ട് വീണ്ടും ഡ്രിങ്ക്സ് കുടിക്കാൻ പറഞ്ഞു. ഡ്രിങ്ക്സ് കുടിക്കാൻ പറഞ്ഞതിന് വേണ്ട പറഞ്ഞു. ഹീറോ ഡ്രിങ്ക്സ് കുടിച്ചാൽ സ്മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാൻ തുടങ്ങി. ഡ്രിങ്ക് മുന്നത്ത് നടന്നു മതി, നടന്നെന്ത് ചെയ്യാന്ന് നോക്കാം.